ചിലപ്പോൾ ഭയങ്കര മോഡലായിട്ട് ഹെയർ സ്റ്റൈലുള്ളവര്, ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു യോയോ ടൈപ്പിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്കാണ്. ഒരിക്കലും വിചാരിക്കണ്ട. ഒരു ദിക്റിന്റെ മജ്ലിസിലോ ഒരു വാദിന്റെ മജ്ലിസിലോ വന്നിരുന്ന അല്ലാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനഞ്ഞ് തേങ്ങിക്കരയുന്ന തഖ്വയുള്ള മനസ്സുള്ളവർ ആ ചെറുപ്പക്കാരിൽ ഉണ്ടാകും. നമ്മളെക്കാളൊക്കെ എത്രയോ മേലെയായിരിക്കും അവരുടെ ഈമാൻ. പിന്നെ ആ ഒരു യൗവനത്തിന്റെ, നമ്മുടെ ചെറുപ്പകാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ. നമുക്ക് ഫോൺ ഉണ്ടായിരുന്നോ ചെറുപ്പകാലത്ത്? ഇല്ലല്ലോ, ഇല്ല. ഫോണൊക്കെ കാണുന്നതന്നെ വളരെ ലേറ്റായിട്ടല്ലേ. 2000 ഒക്കെ ആകുമ്പോഴല്ലേ ശരിക്കതങ്ങ് ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തെറ്റിന്റെ സാഹചര്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ളത്, വളരെ വലുതാണ്. അന്ന് മരം ചുറ്റിക്കളിയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഡയറക്റ്റ് അല്ലേ. അന്ന് റൊമാൻസാണ്, ഇപ്പൊ അതൊന്നുമില്ല. സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഈ നിലക്ക് തിന്മകളുടെ വഴിമാറ്റം സഞ്ചരിക്കുന്ന ഒരു ഉണ്ടായൊരു കാലമാണിത്. അപ്പോ ചുറുചുറുക്കിന്റെ ആ ഒരു പ്രായത്തില് പടച്ചോനെ എന്താ എന്റെ മക്കളൊക്കെ ഇങ്ങനെ, എന്താ അവൻ നിസ്കരിക്കാത്തത്, എന്താ അവൻ ഇങ്ങനെ ആയിപ്പോയത്, അവർക്ക് വേണ്ടി ഹിദായത്തിന് ദുആയിരക്കുക. അവൻ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നോ ശാപം പിടിക്കട്ടെ എന്നോ നന്നാവാതെ പോകട്ടെ എന്നോ ഒരാളും പറഞ്ഞു പോവല്ലേ. അവരൊക്കെ തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോ ആ തൗബയുടെ ഖനം, അതിന്റെ വസന്തം, അതിന്റെ സുഗന്ധം വളരെ വലുതായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ജാലിസു അഹ്ല തൗബ ഫഇന്നഹും അറഖുൻ നാസി അഫ്ഇദ. തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ, അവരെ നിങ്ങൾ ചേർത്തു പിടിക്കണേ. ഇന്നലെ വരെ അവൻ മദ്യപാനിയായിരിക്കാം, മയക്കുമരുന്നിന്റെ ഡീലറായിരിക്കാം ഒരുപക്ഷെ. നിങ്ങൾ അവരെ കൈയൊഴിയരുത് കേട്ടോ, ചേർത്തു പിടിക്കണേ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ. കാരണം അവരുടെ ഹൃദയം അത്രമേൽ ലോലമായിരിക്കും, അത്ര നേർത്ത ഹൃദയമായിരിക്കും അവരുടെ. തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ പൊട്ടിക്കരയും. അവർക്ക് പിന്നെ തിന്മകൾ വേണ്ട. തിന്മകളുടെ സ്വഭാവം എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ അവർക്കത് വേണ്ട. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه